ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തലയിലുള്ള പേൻ, ഈര്, അതേപോലെ തന്നെ താരനൊക്കെ പൂർണ്ണമായിട്ടും കളയാൻ പറ്റിയിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഏതാനും സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ തലയിലൊക്കെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാലും എങ്ങനെയെങ്കിലും ഒരു പേനൊക്കെ ഒന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പെറ്റ് പെരുകി തല മുഴുവനായിട്ട് നിറയും. അത് പിന്നെ അവർക്ക് തന്നെ ഒരു അസ്വസ്ഥതയൊക്കെ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡി തന്നെയാണിത്. ധൈര്യമായിട്ട് അമ്മമാർക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കുഞ്ഞു ഉരലാണ്. അതെല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. വെളുത്തുള്ളി ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ പേനിൻ്റെ ശല്യം മാറ്റാൻ ഏറെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ഒക്കെ മാറാനും ഹെയർ നല്ല ഗ്രോത്ത് വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറയുമ്പം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ തലയിലെ പേന് എളുപ്പത്തിൽ തന്നെ ഇല്ലാതാവും. അതേപോലെ തന്നെ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു ഡാൻഡ്രഫ് ഒക്കെ വരാതിരിക്കാനും. അതേപോലെ തന്നെ മുടീൻ്റെ അറ്റം പിളർന്ന് പോവുക അതൊക്കെ മാറാനൊക്കെ ഏറെ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇഞ്ചി. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കേൻ്റെ ഇലയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണല്ലോ. ഇത് നമ്മളെ തലയിൽ ഉണ്ടാവുന്ന താരനൊക്കെ നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് പേനിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിത്തരും കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടെ ചേർക്കുകയാണെങ്കിൽ പ്രീമെച്യൂർ ഹെയർ ഒക്കെ ഉണ്ടാവില്ലേ, അതായത് അകാല നരയൊക്കെ അതൊക്കെ മാറ്റാൻ ഈ ഒരു കറിവേപ്പില നമ്മളെ സഹായിക്കും. തന്നെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഇത് നല്ലോണം സഹായകമാകും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഒരു പേസ്റ്റ് രൂപത്തിലേക്കൊക്കെ ആക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. നല്ലോണം ഒന്ന് കുത്തി ചതച്ചിട്ട് എടുക്കണം. ഇത്തിരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. പിന്നെ വീട്ടിൽ തുളസീൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. തുളസീൻ്റെ ഇല കുറേ അധികം എടുത്ത് ചേർത്താലും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ നല്ലോണം അത് ചതച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം. അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ അരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നീര് നമുക്ക് നല്ലോണം കിട്ടത്തില്ല. കാരണം നമ്മൾ വെള്ളം ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം ഒരിത്തിരി പോലും ചേർക്കരുത്. വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച ഈ ഒരു റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് ഒരിത്തിരി പോലും വെള്ളം ചേർക്കാതെ തന്നെ ഇതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം തേച്ചാൽ മതി. ഒരു പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ ഒരു 98% പേനിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് തന്നെ നമ്മൾ തലയിൽ നിന്ന് മാറിക്കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഈരും പിന്നെ ഉണ്ടാവത്തില്ല. പേൻ പോയാൽ തന്നെ ഈരും അങ്ങ് പോവും. പിന്നെ ഈരിനെ അവിടെ വെക്കരുത് കേട്ടോ, പിന്നും പേന് പെരുകും. അതുകൊണ്ട് തന്നെ ഈരും പൂർണ്ണമായിട്ട് തന്നെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു അസൽ റെമഡി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ തേക്കുന്ന ഓയിലാണ്. നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്നത് ഈ ഒരു ഓയിലും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കാച്ചിയ വീട്ടിൽ തന്നെ കാച്ചുന്ന വെളിച്ചെണ്ണയാണ് തേക്കാറ്. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ബ്രെണ്ണയും കഞ്ഞെണ്ണയും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മുറുക്കിയിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ആദ്യം തന്നെ തലയിലേക്ക് ഇട്ടിട്ട് സ്കാൽപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ആക്കി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പാട്ടോ തലയിലേക്ക് തേക്കേണ്ടത്. ഒരു 2 മണിക്കൂറോളം തലയിൽ ഇത് തേച്ച് വയ്ക്കാം. പിന്നെ എന്തെങ്കിലും തണുപ്പ് പിടിക്കുന്നൊക്കെ പേടിയുള്ളവരുണ്ടെങ്കിൽ ആ ഒരു മൂർത്തീൻ്റെ ഭാഗത്തേക്കൊന്നും തേക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ല. അത്രയും നമ്മൾ നല്ലോണം നനവാക്കുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല സ്കാൽപ്പിലേക്കൊക്കെ നല്ലോണം എത്തും. മുടി ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട്, ഇല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ പഞ്ഞി വെച്ചിട്ട് മുടി വകഞ്ഞ് മാറ്റിയിട്ട് അങ്ങോട്ടേക്കും അങ്ങനെ പഞ്ഞി കൊണ്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആദ്യം തന്നെ ചെയ്യേണ്ടത് മുടീൻ്റെ കെട്ട് നല്ല പോലെ തന്നെ തീർക്കണം. കെട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചീപ്പ് വെച്ചിട്ട് ചീക്കുമ്പം ഈ ഒരു പേനൊക്കെ ഈ ഒരു കെട്ടിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുടീൻ്റെ കെട്ടൊക്കെ നല്ലോണം തീർക്കുക. അതേപോലത്തെ വലിയ കോമ്പ് ഉപയോഗിച്ചിട്ട് കെട്ട് തീർക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ചെറിയ കോമ്പാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതേപോലെ തന്നെ മുടി എന്താ പറയുക ഫുള്ളായിട്ട് ഡാമേജ് ആയി പോവും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വലിയ കോമ്പ് ഉപയോഗിച്ചിട്ട് മുടീൻ്റെ കെട്ടൊക്കെ പോക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പേടിയാഴ്ച 2 മണിക്കൂർ വെക്കേണ്ട, 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. നല്ലോണം പേനും ഈരൊക്കെ ഉള്ളവരാണെങ്കിൽ 2 മണിക്കൂർ തന്നെ വെക്കുക കേട്ടോ. എന്നാലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടോ സ്പ്രേ ചെയ്തിട്ടോ ശേഷം പേൻ ചീർപ്പ് ഉണ്ടാവില്ലേ, ഇതേപോലെ തന്നെ ചെറിയ ഇതുള്ള
പല്ല് നല്ല ചെറിയ പല്ലുള്ള ആ ഒരു ചീപ്പ് എടുത്തിട്ട് നല്ല പോലെ അങ്ങ് ചീകി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചീപ്പുമ്മലേക്ക് തന്നെ വന്നോളും, പേനും ഈരും ഒക്കെ തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മളെ തല നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം.